നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി കൊന്നത്തടിയിൽ യുവാവിന് കുത്തേറ്റു. ചിന്നാർ സ്വദേശി അലക്സിനാണ് കുത്തേറ്റത്. യുവാവ് തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണത്തിന് പിന്നിൽ മുൻ വൈരാഗ്യം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് വർധനവിനെതിരെ പ്രതിഷേധം. ഡിവിഷണൽ മാനേജരെ ഉപരോധിച്ചു. പ്രതിഷേധം തൈക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. യന്ത്രവൽകൃത ബോട്ടുകൾക്ക് പൂർണ്ണ വിലക്ക്. നിരോധന 52 ദിവസം. കാലയളവിൽ ഇളവ് വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. സഹായമായി 6 കിലോ അരിയും 1000 രൂപയും സർക്കാർ നൽകും. കാട്ടാന ഭീതിയിൽ കോന്നി കല്ലേലിയിലെ തോട്ടം മേഖല. പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. വനവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. തൊഴിലാളികൾ ലയങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾ ദുരിതത്തിൽ. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ല. ഒഴിവുകൾ നികത്തുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ ഉപരോധിച്ച് HMC കമ്മിറ്റി അംഗങ്ങൾ. വാർത്തകൾ വിശദമായി നോക്കാം. ഇടുക്കി കൊന്നത്തടി ചിന്നാറിൽ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവിന് കുത്തേറ്റു. ചിന്നാർ സ്വദേശി അലക്സിനാണ് കുത്തേറ്റത്. അലക്സിനെ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി VK സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, അതിദാരുണമായ സംഭവമാണ്. ഇരുവരും തമ്മിലുള്ള വാക്ക് തർക്കമാണ് അവസാനം കത്തികുത്തിൽ കലാശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇരുവരും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു? നിലവിൽ കുത്തേറ്റയാളുടെ ആരോഗ്യ നിലയിൽ എന്തെല്ലാം തരത്തിലുള്ള പുരോഗതിയാണുള്ളത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, ഇന്നലെ രാത്രി 10:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇടുക്കിയിലെ വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകളിലെ അതിർത്തിയിലുള്ള ചിന്നാർ പാലത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം നടക്കുന്നത് കൊന്നത്തടി പഞ്ചായത്തിന്റെ പരിധിയിലാണ്. വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവര് കുത്തേറ്റ ആള് അലക്സ് എന്ന ചിന്നാർ സ്വദേശി അലക്സ് ആണ് കുത്തേറ്റത്. അലക്സും അതോടൊപ്പം തന്നെ ഈ പ്രതി എന്ന് കരുതുന്ന ഡിനിൽ മുരിക്കാശ്ശേരി സ്വദേശിയാണ്. ഇവർ തമ്മിൽ നേരത്തെ ആദ്യകാലം പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നലെയും സംഘർഷമുണ്ടായതെന്നാണ് കരുതുന്നത്. എന്തായാലും അലക്സിന്റെ സഹോദരനും ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഇതറിഞ്ഞു കേട്ട് അവിടെ എത്തിയിരുന്നു. പെട്ടെന്ന് അവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഉടൻ തന്നെ തൊടുപുഴയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. അലക്സിന് ഗുരുതരമല്ല പരിക്ക്, എങ്കിലും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ വെള്ളത്തുവൽ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇന്ന് രാവിലെ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറി. കാരണം പ്രതിയും അതുപോലെ തന്നെ കുത്തേറ്റയാളും മുരിക്കാശ്ശേരി സ്റ്റേഷന്റെ പരിധിയിലും അതുപോലെ തന്നെ ഈ സംഭവം നടന്ന സ്ഥലമായി ഏറ്റവും അടുത്ത സ്ഥലം മുരിക്കാശ്ശേരി സ്റ്റേഷന്റെയാണ്. അതുകൊണ്ട് കേസ് അങ്ങോട്ട് കൈമാറിയേക്കാണ്. എന്തായാലും ഗുരുതരാവസ്ഥയില്ല, എങ്കിൽ കൂടി നല്ല ആഴത്തിലുള്ള മുറിവ് ഈ അലക്സിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുശ്രീ, ഇടുക്കി കൊന്നത്തടി ചിന്നാറിൽ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവിന് കുത്തേറ്റിരിക്കുകയാണ്. ചിന്നാർ സ്വദേശി അലക്സിനാണ് കുത്തേറ്റത്. VK സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജരെ ഉപരോധിച്ച് DYFI. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ചാണ് പ്രവർത്തകർ ഓഫീസിൽ പ്രവേശിച്ചത്. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം നേരിയ സംഘർഷത്തിന് ഇടയാക്കി. കൂടുതൽ പോലീസുകാരെത്തിയാണ് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പാർക്കിംഗ് ഫീസ് വർധനയ്ക്കെതിരെ രാവിലെ 11 മണിയോടെയാണ് DYFI പ്രവർത്തകർ റെയിൽവേ ഡിവിഷണൽ ഓഫീസറുടെ ആസ്ഥാനത്തേക്ക്, തൈക്കാടുള്ള ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഇവിടെ വലിയ തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വിന്യാസമൊക്കെയുണ്ട്. RPF ഉദ്യോഗസ്ഥർ എപ്പോഴും അവരുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതാണ്. പക്ഷേ അവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധിക്കാൻ എന്ന രൂപേണയല്ല അവർ അകത്തേക്ക് കടന്നത്. അതുകൊണ്ടാണ് അത്രയധികം പ്രവർത്തകർക്ക് ഒരുമിച്ച് അകത്തേക്ക് എത്താൻ കഴിഞ്ഞത്. തുടർന്ന് അകത്തേക്ക് കയറിയതിനു ശേഷം
ഡിവിഷണൽ ഓഫീസറുടെ മുറിക്ക് പുറത്തും അതോടൊപ്പം തന്നെ ആസ്ഥാനത്തിന്റെ പുറത്തും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുത്തിയിരിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും കൂടുതൽ ഉദ്യോഗസ്ഥരെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഇവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുകയായിരുന്നു. അതിനിടയിൽ ഈ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീണ്ടും ഈ ഓഫീസ് കവാടത്തിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെച്ചത്. തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ബലം പ്രയോഗിച്ച് മുഴുവൻ പ്രതിഷേധക്കാരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നിലവിലുണ്ടായ ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിവിഷണൽ ഓഫീസിന്റെ സുരക്ഷ കൂട്ടാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ RPFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും കപ്പൽ അപകടവും മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചതിനാൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ട്രോളിംഗ് നിരോധനം എത്തിയത്. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിട്ടതോടെ സംസ്ഥാനത്ത് നിരോധനം നടപ്പിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് ഈ കാലയളവിൽ അനുമതിയുള്ളത്. അതേസമയം ഇരട്ടവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും നിരോധിച്ചു. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന കരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണമുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. അതേസമയം ശരിയായ സമയത്തല്ല സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയതെന്നാണ് ഉയരുന്ന വിമർശനം. ഞങ്ങൾ പിടിക്കുന്ന മത്സ്യങ്ങൾ യഥാർത്ഥത്തിൽ അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങളുടെ പ്രജനന സമയം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ട്രോളിംഗ് നിരോധനമാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം, അതായത് ഉപരിതല മത്സ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമാണ് നിരോധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധി യഥാർത്ഥത്തിൽ നടപ്പിലാവുന്നില്ല. അതേസമയം ഉപരിതല മത്സ്യമായ മത്തി അയിലയാണ് ഈ സമയത്ത് മുട്ടയിടുന്നത്. ആ മത്തിയും അയിലയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം നമുക്ക് ഈ ട്രോളിംഗ് നിരോധനം, ട്രോളിംഗ് ബോട്ടുകൾ നിയന്ത്രിക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകൾ പിടിക്കുന്ന അടിത്തട്ടിലെ മത്സ്യങ്ങളായ കട്ടിൽ ഫിഷും സ്കുഡും ഒക്ടോപ്പസും അതുപോലെ തന്നെ റാണി ഫിഷും ലിസാർഡ് ഫിഷും എല്ലാം അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഇത് ഉപരിതലവുമായി ഒരു ബന്ധവുമില്ല. അതാണ് അതിൻ്റെ വിരോധാഭാസം. പ്രതികൂല കാലാവസ്ഥ മത്സ്യമേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കുന്നതിനിടെയാണ് കപ്പലപകടം കൂടി എത്തിയത്. തൊഴിൽ മേഖലയെ കാര്യമായി ബാധിച്ചതിനാൽ ട്രോളിംഗ് നിരോധനത്തിൽ ഇളവനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. ആനുകൂല്യമായി സർക്കാർ 6 കിലോ അരിയും 1000 രൂപയും സൗജന്യമായി നൽകും. ന്യൂസ് 18 കൊല്ലം. പാറശാലയിൽ പൈപ്പ് ലൈൻ പൊട്ടി വഴിയാത്രികയ്ക്ക് പരിക്ക്. പാറശാല പരശുവയ്ക്കൽ റെയിൽവേ മേൽപ്പാലത്തിലൂടെ കടന്നുപോകുന്ന പൈപ്പ് ലൈനാണ് ഇന്ന് പുലർച്ചെ പൊട്ടിയത്. പരശുവയ്ക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വീട്ടമ്മ ശക്തമായി പ്രവഹിക്കുന്ന വെള്ളത്തിനിടയിലൂടെ നടക്കാൻ ശ്രമിച്ചപ്പോൾ തെറിച്ചു വീഴുകയായിരുന്നു. കാട്ടാനാക്രമണത്തിന്റെ ഭീതിയിലാണ് പത്തനംതിട്ട കോന്നി കല്ലേലിയിലെ തോട്ടം മേഖല. രാത്രിയും പകലും കാട്ടാനാക്രമണത്തിൽ പലപ്പോഴായി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. നിത്യസംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. താമസം സുരക്ഷിതമല്ലെന്ന് കണ്ട് തൊഴിലാളികൾ പലരും ലയങ്ങൾ വിട്ട് ഒഴിഞ്ഞു പോവുകയാണ്. ഒറ്റയാനെ ഭയന്നു കഴിഞ്ഞിരുന്ന പ്രദേശവാസികൾ ഇന്ന് കാട്ടാനക്കൂട്ടത്തെയാണ് ഭയക്കുന്നത്. തോട്ടം തൊഴിലാളികളാണ് സ്ഥിരമായി ആക്രമണത്തിനിരകളാകുന്നതിലേറെയും. പുലർച്ചെ ജോലിസ്ഥലത്തേക്ക് പോയ വിദ്യാധരൻ അതിലൊടുവിലത്തെ ഇരയാണ്. യാന ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടി ചെയ്യാൻ സമയം അതെന്റെ പുറകിൽ ഓടി വന്നു. കരിക്ക് പെരുക്കൊണ്ടിരുന്ന നട്ടൽ നല്ല വേദനയുണ്ട്. നേരമിരുട്ടിയാൽ കാട്ടാനക്കൂട്ടം ലയങ്ങൾക്ക് മുന്നിലെത്തും. പിന്നെ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കും. തോട്ടത്തിലെ കൈതകൃഷിയാണ് ആനകളെ ആകർഷിക്കുന്നതെന്ന് കണ്ട് തോട്ടം മാനേജ്മെന്റ് അവ കരിച്ചു കളഞ്ഞു. ഇതിനു പിന്നാലെയാണ് ആനകൾ അക്രമകാരികളായതെന്ന് നാട്ടുകാർ പറയുന്നു. ആനശല്യമാ, ഇതുകൊണ്ട് ആ പനി ഒടിച്ചിട്ട് 2-3 പോസ്റ്റ് പോയി താഴത്തെ ഞായറാഴ്ച. ഇവിടുത്തെ പോസ്റ്റും പോയായിരുന്നു. ഇതെല്ലാം ശരിയാക്കി. പിന്നെ കല്ലേലിയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്ന് ഏറെക്കാലമായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. ന്യൂസ് 18 പത്തനംതിട്ട.
കൊല്ലം അച്ചൻകോവിലിൽ കിണറിൽ വീണ മ്ലാവിനെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു മ്ലാവ് കിണറ്റിൽ വീണത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് മ്ലാവിനെ പുറത്തെത്തിച്ചത്. തെന്മല ഫോറസ്റ്റ് RRT സംഘത്തോടൊപ്പം നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനെത്തി. പോക്സോ കേസെടുത്ത അധ്യാപികയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. സ്കൂളിൽ അധ്യാപകർ തമ്മിലുള്ള പോരിനെ തുടർന്നാണ് വിദ്യാർത്ഥിനിയെക്കുറിച്ച് കള്ളക്കഥ പ്രചരിപ്പിക്കാൻ ഇടയാക്കിയത്. സ്കൂളിലെ ഒരു അധ്യാപകനുമായി വിദ്യാർത്ഥിനിക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന അധ്യാപിക പ്രചരണം നടത്തുകയായിരുന്നു. ഇതോടെ വിദ്യാർത്ഥി പഠനം ഉപേക്ഷിക്കുന്ന സ്ഥിതിയുമുണ്ടായി. പത്തനംതിട്ട തിരുവല്ല കുറ്റൂർ തൈമറവുംകരയിൽ അംഗനവാടിയിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചതോടെ സഞ്ചരിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് അംഗനവാടിയിലെത്തുന്ന കുരുന്നുകൾ. 4 പതിറ്റാണ്ടിലേറെയായി പ്രദേശവാസികൾ സഞ്ചരിച്ചിരുന്ന വഴിയാണ് സ്വകാര്യ വ്യക്തി ഒരു മുന്നറിയിപ്പുമില്ലാതെ കെട്ടിയടച്ചത്. തിരുവല്ല കുറ്റൂരിലെ 57-ാം നമ്പർ അംഗൻവാടിയിലേക്കുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചത്. വഴിയടച്ചതോടെ അംഗൻവാടിയിലെ കുട്ടികൾ മാത്രമല്ല, നച്ചാട്ട് ദളിത് കോളനിയിലെ കുടുംബങ്ങളും ദുരിതത്തിലായി. പെട്ടെന്നൊരു അസുഖം വന്നാൽ ഒരു ആംബുലൻസ് കയറി വരണമെങ്കിൽ തന്നെ അതിനുള്ള സൗകര്യം ഇല്ലാതാക്കി കളഞ്ഞു. അതിനു മുമ്പ് ആംബുലൻസ്, ഓട്ടോറിക്ഷ, ടെമ്പോയ, ലോറി എല്ലാം വന്നുകൊണ്ടിരുന്ന വഴിയാണ്. സ്വന്തമായി കെട്ടിടമില്ലാതിരുന്നതിനാൽ പ്രദേശവാസിയായ തോമസ് കുട്ടി 4 വർഷം മുൻപ് സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് അംഗൻവാടി നിർമ്മിച്ചത്. അംഗൻവാടിക്ക് പിന്നിലായി താമസിക്കുന്ന കുടുംബങ്ങളും ഈ വഴിയാണ് കടന്നുപോകുന്നത്. ഇതിനിടെ അംഗൻവാടിക്ക് മുന്നിലായി മറ്റൊരാൾ വസ്തു വാങ്ങിയ ശേഷമാണ് വഴി നഷ്ടമായത്. ഞാൻ ഈ അംഗൻവാടിയിലെ ടീച്ചറാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു തരത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ അംഗൻവാടിയിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവർക്ക് കൊണ്ടുതരാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു സാധനം കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്നു THRSും അങ്കണപ്പൊടിയും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മയ്ക്കും ഉള്ള പൊടികളെല്ലാം വന്നിരിപ്പുണ്ട്. അതൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. 2-ാം തീയതി RDOയുടെ ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ പ്രകാരം വില്ലേജിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പഞ്ചായത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും താലൂക്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും എങ്ങനെയാണോ വഴി ഉണ്ടായിരുന്നത് ആ പൂർവ്വസ്ഥിതിയിലാക്കണം എന്നാണ് 2-ാം തീയതി ഓർഡറിൽ പറയുന്നത്. നാളിതുവരെ ആ ഓർഡർ നടപ്പാക്കിയിട്ടില്ല. വഴി ആവശ്യപ്പെടുന്നവരെ കേസിൽപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. വഴിയില്ലാത്തതിനാൽ അംഗൻവാടിയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ല. ഒഴിവുകൾ നികത്തുമെന്ന സർക്കാർ വാഗ്ദാനം ഇതുവരെ നടപ്പിലായില്ല. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും ലോ സെക്രട്ടറിയെയും ഉപരോധിച്ചു. കാത്ത് ലാബ്, ഒഫ്താൽമോളജി, ഫോറൻസിക് മെഡിസിൻ, ഗൈനക്കോളജി, അനസ്തേഷ്യ, ജനറൽ മെഡിസിൻ തുടങ്ങിയ അവശ്യ വിഭാഗങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ തസ്തികകളും മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കൃഷ്ണദാസ്, ലേ സെക്രട്ടറി സുജാത എന്നിവരെ HMC കമ്മിറ്റി അംഗങ്ങൾ ഉപരോധിച്ചത്. തികഞ്ഞ അനാസ്ഥയാണ് സർക്കാരും ആരോഗ്യവകുപ്പും ജില്ലാ ആശുപത്രിയോട് കാണിക്കുന്നതെന്നും സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും സഹായിക്കാനുള്ള നീക്കമാണ് ആരോഗ്യവകുപ്പിന്റേതെന്നും HMC അംഗവും കൗൺസിലറുമായ അനുപമ പ്രശോഭ് പ്രതികരിച്ചു. ഒഴിവുകൾ നികത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 പാലക്കാട്. പട്ടാമ്പിയുടെ ജോസ് ഡോക്ടർക്ക് നാടിന്റെ ഓർമ്മപ്പൂക്കൾ. ജനകീയ ഡോക്ടറായിരുന്ന ജോസ് ഡോക്ടറുടെ 1-ാം ചരമവാർഷിക ദിനത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പട്ടാമ്പിയിലെ ജനത ഒന്നാകെ ഒഴുകിയെത്തി. ഓർമ്മക്കുറിപ്പുകളുടെ പ്രകാശനവും ഡോക്ടർ ജോസ് പുളിക്കൻ ഫൗണ്ടേഷൻ ലോഞ്ചിങ്ങും നടന്നു. പട്ടാമ്പിക്കാരുടെ ജോസ് ഡോക്ടറെ അനുസ്മരിക്കാൻ നിരവധി ആളുകളാണ് രാജ്യപ്രസ്ഥം ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നത്. അനുസ്മരണ യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ദൈവികമായിട്ടുള്ള ക്വാളിറ്റിയിലേക്ക് നമുക്ക് നമ്മൾ പറയുന്ന കരുണ, ആർദ്രത, സ്നേഹം, സഹാനുഭൂതി, സഹജീവികളോടുള്ള കരുതൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് അടങ്ങിയിട്ടുള്ള മനുഷ്യർ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അതിലൊരു ടച്ച് ഉണ്ടാവും. ചടങ്ങിൽ ജോസ് ഡോക്ടറുടെ ഓർമ്മകളും ജീവിതവും ഉൾക്കൊള്ളിച്ച് പത്നി റെറ്റി ജോസ് രചിച്ച സ്നേഹത്തിന്റെ കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ജോസ് ഡോക്ടറിന്റെ ഓർമ്മകൾ നിലനിർത്തി സാമൂഹിക പ്രതിബദ്ധതയോടെ അദ്ദേഹത്തിന്റെ കുടുംബം ആരംഭിച്ച ഡോക്ടർ ജോസ് പുളിക്കൻ ഫൗണ്ടേഷൻ പട്ടാമ്പിയിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ വിശദീകരണം മകൾ റെജിമോൾ പുളിക്കൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി,
വൈസ് ചെയർമാൻ TP ഷാജി, ആന്റണി പുളിക്കൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം RCC മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കൊട്ടാരക്കര ഉമ്മന്നൂർ സ്വദേശിനിക്ക് രക്തം ആവശ്യമായി വന്നപ്പോൾ ഹരിതകർമ്മസേന പ്രവർത്തകർ കൈത്താങ്ങായി. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 8 ഹരിതകർമ്മസേന അംഗങ്ങളാണ് രക്തം നൽകിയത്. സംസ്ഥാനത്തിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും മാതൃകയായി മാറിയിരിക്കുകയാണ് ഇവരുടെ പ്രവർത്തനം. കൊട്ടാരക്കരയിൽ നിന്ന് S. വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുക മാത്രമല്ല, ജീവൻ നിലനിർത്താനും തങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. നമ്മളുള്ളത് കൊട്ടാരക്കരയിലെ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കൂടെയാണ്. വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ളൊരു ഉദ്യമത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ അവരെടുത്ത ഈ ഒരു നല്ല മനസ്സ്, അത് വളരെ അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. കേരളത്തിനാകെ മാതൃകയായി ഞങ്ങളുടെ ഈ ഒരു ഹരിതകർമ്മസേന മാറിയിരിക്കുകയാണെന്നാണ് ഇവരെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മുടെ വാർഡിൻ്റെയും പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും. ശരിക്കും നമ്മുടെ എങ്ങനെയായിരുന്നു ഒരു അറിയിപ്പ് കിട്ടിയത്? ഇങ്ങനെ ബ്ലഡിന് ആവശ്യമായിട്ട് ബ്ലഡിന് ആവശ്യം അറിയിപ്പ് കിട്ടിയത് ഈ കുട്ടിയുടെ ഭർത്താവ് എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ അംഗം എന്ന നിലയിൽ ഇവർ വേറെ പഞ്ചായത്തിൽ നിന്ന് ഇവിടോട്ട് വന്ന് താമസമായതാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട്, മെമ്പറെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ പല സംഘടനകളെയും വിളിച്ചു. അപ്പോൾ ഈ കോളേജൊക്കെ അവധിയായതുകൊണ്ടും നേരത്തെയൊക്കെ ബ്ലഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ടും അവർക്ക് ഇപ്പോൾ ഉടൻ കൊടുക്കാനുള്ള വൈഷമ്യം പലരും പറഞ്ഞു. പിന്നീട് പോയി കൊടുത്തോളാമെന്നും പറഞ്ഞു. പക്ഷേ സമയത്ത് ബ്ലഡ് എത്തിക്കാൻ എനിക്ക് ഉറക്കമില്ലാതായി. കാരണം ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവരെ സഹായിച്ചില്ലെങ്കിൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഊണിലും ഉറക്കത്തിലും എല്ലാം പലരെയും വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കുള്ള മനസ്സിൽ തോന്നി ഇവരോടൊന്ന് സംസാരിച്ചാൽ എന്താണ്. അങ്ങനെയാണ് എൻ്റെ വാർഡിലെ രമ്യയും ബിന്ദുവിനെയും വിളിച്ച് വിവരം അറിയിച്ചു. അവർ പല നല്ല സൽപ്രവർത്തികളും നമ്മുടെ വാർഡിൽ കുട്ടിയുടെ സ്വർണ്ണം ഉൾപ്പെടെ കിട്ടിയതുൾപ്പെടെ എടുത്ത് മാതൃക കാണിച്ചിട്ടുള്ള 2 ഹരിതകർമ്മ സേനാംഗങ്ങൾ, അതുപോലെ പഞ്ചായത്തിലെ മുഴുവൻ പേരും, മുഴുവൻ അവർ 40 പേരോളം ഉണ്ട്. അപ്പോൾ അവരോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞ് മെമ്പറെ ഞങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിലിട്ട മെസ്സേജ് ഉൾപ്പെടെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരികയാണ് ചെയ്തത്. കാരണം എല്ലാവരും അതിനെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. കാരണം വരാൻ പറ്റാത്തവർ ഇവർക്ക് പ്രോത്സാഹനം കൊടുത്ത് വിടുകയാണ് ചെയ്തത്. കാരണം അവർക്ക് മറ്റ് അസുഖങ്ങളുള്ളവർ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവർ ഇത്രയും പേരും എൻ്റെ കൂടെ വരികയും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തി. ശരിക്കും ഈ ഒരു കാര്യം ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? എല്ലാവരും നമ്മൾ സ്ത്രീകളെ ആദ്യമേ എടുക്കുമോ എന്നാണ് ആദ്യം ചോദിച്ചത്. എന്ന് വെച്ചാൽ നമ്മളാരും കേട്ടിട്ടില്ലല്ലോ സ്ത്രീകളെ ബ്ലഡ് എടുക്കുമെന്ന്. അപ്പോഴേ നമ്മൾ പറഞ്ഞ് എടുക്കും, നമുക്കൊന്ന് എന്തുവരും നമ്മളോട് പറഞ്ഞില്ല, നമുക്കൊന്ന് പോയി നോക്കാം, നമ്മളെ എല്ലാത്തിലും മുൻപന്തി സ്ത്രീകളിൽ മുന്നിൽ കയറി വരുന്നത്, അപ്പം നമുക്ക് പറ്റും, നമുക്കൊന്ന് പോകാമെന്നോ. അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായി ഇതിന് പങ്കെടുക്കാൻ പറ്റിയത്. കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. നല്ലൊരു ചേച്ചി. നമുക്ക് അവിടെ ചെന്നാലായാലും നമുക്ക് എന്തെങ്കിലും ഇപ്പം ചെന്ന ഉടനെ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളമോ എന്തെങ്കിലും തന്നിട്ട് നമ്മളെ വിടത്തുള്ളൂ. പിന്നെ ഒരുപാട് നേരം സംസാരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു അസുഖം വന്നത് ഞങ്ങളാകെ ഒരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഷോക്കായിപ്പോയി. അത്രയ്ക്ക് നല്ലൊരു ചേച്ചി. പിന്നെ നമുക്ക് ഒത്തിരിയും കൂടെ അതിപ്പം വേറെ നമ്മൾ പരിചയമുള്ളവരായി അല്ലെങ്കിൽ അല്ലാത്തവരായാലും നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഇതാണ്. അതേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. ഇപ്പം നാളെ നമുക്കൊരു ഇതേപോലൊരു ആപത്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ വേറെ ആളായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. ആ ഒരു ഇതേ ചിന്തിച്ചിട്ടുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിച്ചപ്പോഴേ എല്ലാവരും വരാനായിട്ട് എല്ലാവർക്കും തയ്യാറാണ്. പിന്നെ കുറേ പേർക്ക് അല്ലാതെ അസുഖങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റത്തില്ല. ഞങ്ങൾ വേണമെങ്കിൽ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരെ തയ്യാറായവരും ഉണ്ട്. ഞാൻ ഇവരുടെ ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ഇവരെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരുമോ? കാരണം ആദ്യമായിട്ട് ഇവരുടെ ബ്ലഡ് എടുക്കുമ്പം, കാരണം സ്ത്രീകളല്ലയോ, പല പല പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ബിന്ദുവിന്. അപ്പം ഇവരൊക്കെ പല പല പ്രശ്നങ്ങളുള്ളവരാണ്. കാരണം ഇപ്പം എനിക്ക് ഇനി ഇവരെയും കൊണ്ട് ഞാൻ വേറെ ആളെ ഇവർക്ക് ബ്ലഡ് കൊടുക്കാൻ കണ്ടെത്തണമെന്നുള്ളൊരു ഭയം ഇല്ലാതില്ലായിരുന്നു. പക്ഷേ ഇവർ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ നല്ല ആർജവത്തോടുകൂടെ അവർ തിരിച്ചു വന്നിരിക്കുക. രക്തദാനം മഹാദാനം എന്ന് തന്നെ ഇവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കാസർഗോഡ് കടൽ തീരം ശുചീകരിച്ച് NCC കാഡറ്റുകൾ. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മരക്കാപ്പ് കടപ്പുറം മുതൽ തൈ കടപ്പുറം വരെയുള്ള 3 കിലോമീറ്റർ ദൂരത്തിലാണ് കാഡറ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കടൽ തീരം ശുചീകരിച്ചത്. 2 മണിക്കൂർ കൊണ്ട് 3 കിൻഡൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് കടൽ തീരത്ത് നിന്ന് കാഡറ്റുകൾ ശേഖരിച്ചത്.
പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC കാഡറ്റുകളാണ് മരക്കാപ്പ് കടപ്പുറം മുതൽ തൈക്കടപ്പുറം വരെ 3 കിലോമീറ്റർ ദൂരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കടൽ തീരം ശുചീകരിച്ചത്. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. NCC രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന പുനീത് സാഗർ അഭിയാന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 40ഓളം കാഡറ്റുകൾ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ KK ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുനീത് സാഗറിന്റെ ഭാഗമായി നെഹ്റു കോളേജിലെ നന്ദകുമാർ സാറിന്റെ നേതൃത്വത്തിൽ ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാൻ എല്ലാ മാസവും വന്ന് അവിടെ ശുചീകരിക്കുകയുണ്ടായി. എപ്പോഴും ഇനിയും എല്ലാ മാസങ്ങളിലും നമ്മളെ വിളിക്കും, കൗൺസിലർ എന്ന രീതിയിൽ നമ്മൾ വിളിച്ച് ഇത് ക്ലീൻ ചെയ്യും. വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആവാസ വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനാണ് NCCയുടെ ആഭിമുഖ്യത്തിൽ പുനീത് സാഗർ അഭിയാൻ സംഘടിപ്പിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് 3 ക്വിൻ്റൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് കടൽ തീരത്ത് നിന്ന് കാഡറ്റുകൾ ശേഖരിച്ചത്. വിനോദസഞ്ചാരികൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നവയും നഗരങ്ങളിൽ നിന്ന് പുഴകളിലൂടെ ഒഴുകി കടലിലെത്തി തീരത്തടിഞ്ഞതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിച്ച മീൻപിടുത്ത വലകളുമാണ് കാഡറ്റുകൾ ശ്രമദാനത്തിലൂടെ തീരത്ത് നിന്ന് മാറ്റിയത്. മത്സ്യങ്ങളുടെയും കടലാമകൾ ഉൾപ്പെടെയുള്ള കടലിലെ മറ്റ് ജീവജാലങ്ങളുടെയും നാശത്തിന് കാരണമാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും സമുദ്രങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമാണ് പരിപാടിയിലൂടെ NCC ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. 2374 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളുമായി കോട്ടയം പൂഞ്ഞാർ മണ്ഡലത്തിൽ നിക്ഷേപ സംഗമം. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് സംരംഭകർ നിക്ഷേപവുമായി രംഗത്തെത്തിയത്. ടൂറിസം, ഭക്ഷ്യ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, IT, റബ്ബർ ഉൾപ്പെടെ വിവിധ മേഖലകളിലാണ് സ്വകാര്യ നിക്ഷേപം വരുന്നത്. വൻകിട വ്യവസായികൾ ഉൾപ്പെടെ നേരിട്ട് പങ്കെടുത്ത സംഗമം വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി പദ്ധതികൾ വരാൻ മുഴുവൻ സഹായവും സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി സംരംഭകരെ അറിയിച്ചു. ലോകോത്തര കമ്പനികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഇന്നലെ കേരളത്തിൽ കേൾക്കുകയുണ്ടായി. വളരെ സാധാരണക്കാരനായ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരാളുടെയും പ്രത്യേകമായിട്ടുള്ള പരിഗണനയില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ പടർന്നു പന്തലിക്കുന്ന വ്യവസായമായി വളരാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കമന്റ് കേരളത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. സംഗമത്തിന് മുന്നോടിയായി MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നിക്ഷേപകരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ മേഖലകളിൽ വ്യവസായികൾ താൽപര്യമറിയിച്ച് രംഗത്ത് വന്നത്. ഇതോടെയാണ് 1000 കോടി ലക്ഷ്യമിട്ട് നടന്ന സംഗമം 2000 കോടിക്ക് മുകളിലെത്തിയതെന്ന് MLA പറഞ്ഞു. പ്രധാനപ്പെട്ട സംരംഭകരായ ഏതാണ്ട് 400ഓളം പേർ ഓഫർ ലെറ്റർ തന്നുവെങ്കിലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കുന്നത് 272 EOI ആണ് നമുക്ക് ഇന്നലെ വൈകുന്നേരം വരെ കിട്ടിയത്. അതിലൂടെ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് 2373.97, അതായത് 2374 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൂടെ ഇന്നലെ വരെ ലഭിച്ചു കഴിഞ്ഞു. എരുമേലി വിമാനത്താവളവും ശബരിപാതയും യാഥാർത്ഥ്യമായാൽ വ്യവസായികൾക്കും അത് വലിയ നേട്ടമാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ തോതിലുള്ള നിക്ഷേപ സന്നദ്ധത ഉയർന്നു വന്നതെന്നാണ് സൂചന. പൂഞ്ഞാറിന് പുറമെ മറ്റു മണ്ഡലങ്ങളിലും നിക്ഷേപ സംഗമങ്ങൾ നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് വ്യവസായ വകുപ്പ്. ന്യൂസ് 18 കോട്ടയം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8945, പവന് 71,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7360, പവന് 58,880. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.